ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങാൻ ഇന്ന് പലരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മീഷോ. ആമസോണും ഫ്ലിപ്കാർട്ടും ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ വിൽപ്പനക്കാരിൽ നിന്ന് 10 മുതൽ 20% വരെ കമ്മീഷൻ ഈടാക്കുമ്പോൾ മീഷോ പറയുന്നു ഞങ്ങൾക്ക് ₹1 പോലും കമ്മീഷൻ വേണ്ട എന്ന്. സ്വന്തമായി ഗോഡൌണുകളില്ല, പ്ലാറ്റ്ഫോം ഫീസും വാങ്ങുന്നില്ല. പിന്നെ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ഈ കമ്പനി എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത്? മീഷോയുടെ ഈ അദൃശ്യമായ വരുമാന മാർഗങ്ങൾക്ക് പിന്നിലെ പക്ക ബിസിനസ് സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം. സീറോ കമ്മീഷൻ. കമ്മീഷൻ വേണ്ട എന്ന് വെക്കുന്നതിലൂടെ മീഷോ ലക്ഷ്യം വെച്ചത് വിപണി പിടിച്ചെടുക്കുക എന്നതാണ്. കമ്മീഷൻ ഇല്ലാത്തതിനാൽ ചെറുകിട വ്യാപാരികളും വീട്ടമ്മമാരും ഗ്രാമപ്രദേശങ്ങളിലെ സംരംഭകരും മീഷോയിലേക്ക് ഇരച്ചെത്തി. ഇന്ന് 10 ലക്ഷത്തിലധികം സെല്ലേഴ്സ് മീഷോയിൽ ഉണ്ടെന്നാണ് കണക്ക്. ഈ സ്കെയിലാണ് മീഷോയുടെ ഒന്നാമത്തെ കരുത്ത്. പക്ഷേ പണം വരുന്നത് മറ്റു 3 വഴികളിലൂടെയാണ്. ഒന്നാമത്തെ വരുമാന മാർഗം ലോജിസ്റ്റിക്. മീഷോയ്ക്ക് സ്വന്തമായി ഡെലിവറി സിസ്റ്റം ഇല്ല. അവർ ഷാഡോ ഫാക്സ് അല്ലെങ്കിൽ ഇക്കോം എക്സ്പ്രസ് പോലുള്ള തേർഡ് പാർട്ടി കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുന്നു. ദിവസവും ലക്ഷക്കണക്കിന് ഓർഡറുകൾ ഉള്ളതിനാൽ മീഷോയ്ക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഡെലിവറി ലഭിക്കും. എന്നാൽ വിൽപ്പനക്കാരിൽ നിന്ന് ഈടാക്കുന്ന ഷിപ്പിംഗ് ചാർജിൽ ഒരു ചെറിയ ലാഭം മീഷോ മാറ്റിവെക്കുന്നു. ഈ ഓരോ ചെറിയ തുകയും ചേരുമ്പോൾ അത് വലിയൊരു വരുമാനമായി മാറും. രണ്ടാമത്തെ വരുമാന മാർഗം പരസ്യങ്ങൾ. വിൽപ്പനക്കാരുടെ എണ്ണം കൂടുമ്പോൾ എല്ലാവർക്കും തങ്ങളുടെ ഉൽപ്പന്നം ആദ്യം ഉപഭോക്താവ് കാണണമെന്ന ആഗ്രഹമുണ്ടാകും. ഇതിനായി മീഷോ സ്പോൺസേർഡ് ആഡ് സൗകര്യം നൽകുന്നു. അതായത് ലിസ്റ്റിംഗിൽ മുന്നിലെത്താൻ വിൽപ്പനക്കാർ മീഷോയ്ക്ക് പണം നൽകണം. ഫേസ്ബുക്കും ഗൂഗിളും പണം ഉണ്ടാക്കുന്ന അതേ മാതൃകയാണിത്. ഭാവിയിൽ മീഷോയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ഇതായിരിക്കും. മൂന്നാമത്തെ വരുമാന മാർഗം ഫ്ലോട്ട് ഇൻകം. ഇതൊരു രഹസ്യ തന്ത്രമാണ്. നിങ്ങൾ മീഷോയിൽ പണം അടയ്ക്കുമ്പോൾ ആ പണം മീഷോയുടെ കയ്യിലാണ് എത്തുന്നത്. എന്നാൽ റിട്ടേൺ പീരീഡ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് മീഷോ ഈ പണം വിൽപ്പനക്കാരന് നൽകുന്നത്. ഈ ഇടവേളയിൽ കോടിക്കണക്കിന് രൂപ മീഷോയുടെ കയ്യിലിരിക്കും. ഈ പണം ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ ഇട്ട് വലിയ തുക പലിശയായി മീഷോ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയാണ് ബിസിനസ് ലോകത്ത് ഫ്ലോട്ട് ഇൻകം എന്ന് പറയുന്നത്. വെല്ലുവിളികളും ഭാവിയും. ഗ്രാമപ്രദേശങ്ങളിലെ ഉപഭോക്താക്കളെ പിടിച്ചെടുക്കാൻ മീഷോയ്ക്ക് കഴിഞ്ഞു എന്നത് സത്യമാണ്. എന്നാൽ ഇത് ക്വിക്ക് കോമേഴ്സ് ആപ്പുകൾ നൽകുന്ന വലിയ മത്സരം മീഷോയ്ക്ക് മുന്നിലുണ്ട്. കൂടാതെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നതും വലിയൊരു വെല്ലുവിളിയാണ്. എങ്കിലും കമ്മീഷൻ ഇല്ലാതെ ഒരു വമ്പൻ സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്ന മീഷോയുടെ മോഡൽ ഈ കോമേഴ്സ് ലോകത്തെ ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് മീഷോയിൽ നടത്താറുണ്ടോ? ഇതിലെ കുറഞ്ഞ വിലയാണോ അതോ ആമസോണിലെ വിശ്വാസ്യതയാണോ നിങ്ങൾക്കിഷ്ടം? താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ബിസിനസ് രഹസ്യങ്ങൾക്കും സ്റ്റാർട്ടപ്പ് വാർത്തകൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.